ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ച് ആണ്. ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 5 സോസേജാണ് എടുത്തത്. ഇത് സ്പൈസി അല്ലാത്ത സോസേജാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം സോസേജ് ഇതുപോലെ ചെറിയ പീസായിട്ട് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോസേജിൽ ആദ്യം തന്നെ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒലീവ് ഓയിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഇത് വറുത്തെടുക്കാവുന്നതാണ്. ഓയിൽ എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം സോസേജ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സൈഡും ഒന്ന് മരിഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു സൈഡാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ സോസേജ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സാൻഡ്വിച്ചിലേക്ക് വേണ്ട അടുത്ത മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. വളരെ ഈസിയാണ് ചെയ്യാൻ. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുക്കുംബർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കേബേജാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ കളറിലുള്ള ക്യാപ്സിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പാപ്രിക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പാപ്രിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുന്നത്. പിന്നെ പാപ്രിക്ക ഇല്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചിപ്പാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ ഇനി കുറച്ച് മൊസറല്ല ചീസാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇനി നമ്മുടെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസാണ് വെക്കുന്നത്. പിന്നെ ഇനി നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾ മിക്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇനി ഇതിൻ്റെ മേലെ ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ ടൊമാറ്റോ കച്ചിപ്പ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ വറുത്ത് വെച്ച സോസേജാണ് വെച്ച് കൊടുക്കുന്നത്. സോസേജ് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു ബ്രെഡും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇതുപോലെ കുറച്ചുകൂടെ മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി കുറച്ചുകൂടെ വെജിറ്റബിൾ മിക്സ് വെച്ച് കൊടുക്കാം. പിന്നെ ഇനി കുറച്ചുകൂടെ മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഒരു സൈഡൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന സാൻഡ്വിച്ചാണ്. ഇനി നമ്മുടെ കയ്യിൽ സോസേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഇതിലേക്ക് മുട്ട വറുത്തതൊക്കെ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി മുട്ടയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ മാത്രം വെച്ചിട്ടും ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്